ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകം 57 അധ്യായം 20 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിവും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദുഷ്ടൻ പ്രബുദ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു ദുഷ്ടൻ്റെ സ്വഭാവമാണോ, ഒരു ദുഷ്ടൻ്റെ മനസ്സാണോ എൻ്റെ ഉള്ളിൽ? മറ്റുള്ളവർക്കെതിരെ, സഹോദരങ്ങൾക്കെതിരെ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. അങ്ങനെ ഒരു ദുഷ്ട മനസ്സാക്ഷി അല്ലെ ദുഷ്ട മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം എപ്പോഴും കോളടിച്ച് കലങ്ങി ഉയർന്ന തിരകളാൽ നിറഞ്ഞ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ ഹൃദയം കലങ്ങി മറിഞ്ഞ് തിരകൾ ഉയർന്ന് തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ എന്നെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ആ കർത്താവ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തത ലഭിക്കുകയുള്ളൂ. തുടർന്ന് പറയണം, അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിൽ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടോ? മാലിന്യം നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണോ ഞാൻ? ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. മാലിന്യമറിഞ്ഞ് അടിഞ്ഞുകൂടിയിരിക്കുന്ന, ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന, തിന്മയടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാനെങ്കിൽ എനിക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. ആയതിനാൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണോ ഞാൻ? തിന്മയെപ്പറ്റി ചിന്തിച്ചും ചിന്ത പ്രവർത്തിച്ചും ജീവിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണോ ഞാൻ? അങ്ങനെയെങ്കിൽ ആ ഹൃദയം തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ തിന്മയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ദുഷ്ടശക്തിയാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കർത്താവിന് സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ഹൃദയം ശാന്തമാകും. ആ കർത്താവ് ശംസിഹായിലൂടെ എൻ്റെ ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളും മാറ്റപ്പെടും. നമുക്ക് വിശ്വസിക്കാം ഈ വചനത്തിൽ. കർത്താവായ ഈശോയെ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ദുഷ്ടൻ്റെ ഹൃദയം ചെളിയും തിന്മയും നിറഞ്ഞതാണ്, അഴുക്ക് നിറഞ്ഞതാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അഴുക്കിനാൽ നിറയപ്പെട്ട ഹൃദയമാണ്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് രക്ഷകനായി ജീവിതത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സകല മാലിന്യങ്ങളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ നിർവീര്യമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.